മിനിസ്റ്റർ ഈ സിനിമാ കോൺക്ലേവിൻ്റെ കാര്യം സൂചിപ്പിച്ചതുകൊണ്ടാണ്. കാരണം സിനിമാ കോൺക്ലേവ് നടത്തിയതിനു ശേഷം ഒരു പ്രത്യേക കൃത്യമായിട്ടുള്ള ദിവസങ്ങൾക്കുള്ളിൽ ഒരു നയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. അതുപോലെ ഈ കോൺക്ലേവിലേക്ക് എത്തുമ്പോൾ, കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവിലേക്ക് എത്തുമ്പോൾ, ഈ കോൺക്ലേവ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് ഉള്ളൊരു ഉത്തരം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞ രണ്ട് ഭാഗമാണ്. ഒന്ന്, നിലവിലെ സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും, അതനുസരിച്ച് കേരളത്തിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ള പദ്ധതികൾ. അത് സ്വകാര്യ വ്യക്തികൾക്കാകാം, സർക്കാരിനാകാം, യൂറോപ്യൻ യൂണിയനാകാം, ആർക്കുമാകാം. രണ്ടാമത്തെ ഭാഗം ഭാവി കേരളത്തിൻ്റെ സാധ്യതകൾ. ആ സാധ്യതകളെപ്പറ്റി നമുക്ക് അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ ചർച്ചയിൽ വരാൻ പോവുകയാണ്. കാരണം അവരുടെ ടെക്നോളജി, അവരുടെ ആശയങ്ങൾ നമ്മളെക്കാൾ കുറേ കൂടെ മുന്നിലാണ്. അവരുടെ സാങ്കേതിക സംവിധാനങ്ങൾ വളരെ മുന്നിലാണ്. അവരുടെ മാനേജ്മെൻറ്റ് വളരെ മുന്നിലാണ്. അപ്പോൾ ആ ആശയം കൂടി എടുക്കാനാണ് നമ്മൾ ആ സെക്കൻഡ് സെക്ഷൻ, അതായത് ഈ 10-30 വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ചർച്ച നടത്തുന്നത്. ഉദാഹരണം, ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ സെയിലിംഗ് എന്ന് പറയുന്ന ഈ പായ്ക്കപ്പൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൂറിസം അല്ലെങ്കിൽ പരിശീലനം കേരളത്തിലില്ല. എന്താ കേരളത്തിലില്ലാത്തതിൻ്റെ കാരണം? കേരളം അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. ഞങ്ങൾ ഫ്രാൻസിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രാൻസിൻ്റെ വരുമാനം അതാണ്. പായ്ക്കപ്പൽ 10,000 ബോട്ടുകളാണ്, പായ്ക്കപ്പലുകളാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ ടൂറിസ്റ്റുകൾ അവിടെ വരികയാണ് ഇതിൽ പരിശീലനം നേടാൻ വേണ്ടി. കടൽ, നമ്മുടെ ശാന്തമായ കായലും നമ്മുടെ ശാന്തമായ കടലും വളരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. അതിനിവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ നമുക്ക് കഴിയുന്നില്ല. ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. സർഫിംഗ് എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് ഉണ്ട്, ഇവിടെ ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. നമ്മൾ കാണാത്ത ഒരുപാട് വരുമാന സ്രോതസ്സുകൾ ലോകത്ത് പല രാജ്യങ്ങളിലും ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് അവർ ചെയ്യുന്നുണ്ട്. ഈ ടെക്നോളജി ഇങ്ങോട്ട് ആവാഹിക്കുക, അവരുടെ മാനേജ്മെൻറ്റ് സംവിധാനം ഇങ്ങോട്ട് ആവാഹിക്കുക. ഇത് വഴി നമ്മുടെ മത്സ്യത്തൊഴിലാളി ജനവിഭാഗങ്ങളുടെ ഉന്നതിയും മത്സ്യബന്ധന മേഖലയുടെ സമഗ്രമായ വികസനം. ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ ബോട്ട് നിർമ്മാണത്തിനുള്ള ഒരു യാർഡ് നമുക്കില്ല. എന്താ ഇല്ലാത്ത? ആധുനികമായ ബോട്ട് നിർമ്മാണ യാർഡ് എന്താ കേരളത്തിലില്ലാത്തത്? കപ്പൽ നിർമ്മാണശാല കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്. പക്ഷേ അതിന് താഴോട്ടുള്ള ഏറ്റവും ആധുനികമായ ബോട്ടുകൾ, ടൂറിസം ബോട്ടുകളുണ്ട്, അല്ലെങ്കിൽ ഫിഷിംഗ് ബോട്ടുകളുണ്ട്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആയിരക്കണക്കിന് ബോട്ടുകൾ ലോകത്തിൻ്റെ മുമ്പിൽ സെയിലിംഗ് വിൽക്കാൻ കഴിയുന്ന ഒരു ഇൻഡസ്ട്രി കേരളത്തിലുണ്ടോ? 600 കിലോമീറ്റർ കടലുണ്ട്. നോക്കൂ, 27 ഹാർബറുണ്ട്, എത്ര പോർട്ടുണ്ട്, 225ഓളം ഫിഷ് ലാൻഡിംഗ് സെൻ്ററുണ്ട്. എല്ലാ ബോട്ടുകളും അടുക്കാൻ പറ്റുന്ന ഒരു തീരം വേറെ എവിടെയുണ്ടോ? ഇത്രയും അനന്ത സാധ്യത ഉണ്ടായിട്ട് ഒരു ബോട്ട് നിർമ്മാണ കേന്ദ്രം എന്ന് വെച്ചാൽ ആധുനികമായ ഒരു ബോട്ട് നിർമ്മിക്കുക, ടൂറിസത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ലോകത്ത് മുഴുവൻ വിൽക്കാൻ കഴിയുന്നൊരു നിർമ്മാണ കേന്ദ്രം കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഇവിടെയാണ് ഞാൻ പറഞ്ഞത് 15 അല്ലെ 20% ഈ സമുദ്രമേഖല അല്ലെ ഉൾനാടൻ മത്സ്യമേഖല നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ വലിയ സാധ്യതകളെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയണം. അവിടെ കരിമണൽ വാരിയും അല്ലെങ്കിൽ ഡ്രഡ്ജ് ചെയ്തും കടലെ നശിപ്പിച്ചല്ല, അല്ലെ പരിസ്ഥിതിയെ തകർത്തല്ല, അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മത്സ്യത്തൊഴിലാളി വിഭാഗത്തെ ഉയർത്താൻ കഴിയും എന്ന ദീർഘവീക്ഷണമാണ് ഞങ്ങൾ ഇങ്ങനൊരു കോൺക്ലേവിലേക്ക് എത്തിയിട്ടുള്ളത്.